മലപ്പുറത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശം RSSന് ഭാവിയിൽ. അഭിലാഷ്, മുഖ്യമന്ത്രി ഇപ്പോഴാണല്ലോ പറഞ്ഞത്. ഇതിന് മുൻപുള്ള മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ പരീക്ഷകളുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ 20 വർഷം കഴിയുമ്പോഴേക്കും കേരളം ഒരു ഇസ്ലാമിക സംസ്ഥാനമായി മാറുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അദ്ദേഹം ഈ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഡൽഹിക്ക് പോവാണ്. മുഖ്യമന്ത്രി ഈ ഒരു സംഘടനയെ കുറിച്ച്, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പറയാണ്. ആ സംഘടനയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനത് പൂർണ്ണമായും 100% അദ്ദേഹം പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന അവർ ഇവിടെ ഒന്ന് കുട്ടികളെ മതം മാറ്റാൻ, പെൺകുട്ടികളെ കല്യാണം വഴി മതം മാറ്റാൻ ശ്രമിക്കുന്നു, ഒന്ന് ബൈക്കും മറ്റ് ആഡംബര വസ്തുക്കളുമായി യുവാക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, 20 കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊരു സംഘടന. ആ സംഘടനയെ നിരോധിച്ചല്ലോ, ആ സംഘടനയെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല? ഞാൻ പറയട്ടെ അഭിലാഷ്, ഇനി ദൈവം തടസ്സപ്പെടുത്തരുത്. VS അച്യുതാനന്ദൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അദ്ദേഹം വളരെ ശക്തമായിട്ട് BJPയെയും RSSനെയും എതിർത്തിട്ടുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. നിരോധിക്കാതിരുന്നിരുന്നുവെങ്കിൽ ഈ പ്രവർത്തനം ശക്തമായിട്ട് കേരളത്തിൽ ഒരു കലാപഭൂമിയായി മാറിയേനെ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടക്കുന്നത് മഞ്ചേരിയിലാണ്, ഗ്രീൻ വാലിയിലാണ്, മലപ്പുറത്താണ്. ഈ മലപ്പുറവും കോഴിക്കോട് എയർപോർട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന മയക്കുമരുന്ന് സ്വർണ്ണക്കള്ളക്കടത്തുകൾ, മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഹവാല ഇടപാട്, ഇതിനെക്കുറിച്ച് ഇനി ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ നിരവധി കാലം കൊണ്ട് പറയുകയാണ്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ ഞാൻ കള്ളക്കടത്ത് നടത്തിയാൽ ഇന്ത്യയിൽ ഏത് എയർപോർട്ടോട് ആര് പിടിക്കണം? അഭിലാഷ്, ഞാൻ പറയട്ടെ, ഇപ്പൊ പോലീസാണോ പിടിക്കേണ്ടത്? തടസ്സപ്പെടുത്തരുത്. അല്ല, ഇതിന് ഉത്തരം മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ ഒരു എയർപോർട്ട് ഉണ്ട്, കരിപ്പൂർ എയർപോർട്ട്. ആ എയർപോർട്ട് വഴി ദേശവിരുദ്ധ പ്രവർത്തനത്തിന് സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്നുള്ളതാണല്ലോ താങ്കളുടെ പോയിന്റ്. കസ്റ്റംസ് ഇതിന് പരവതാനി വിരിച്ചു കൊടുക്കുകയാണോ സാർ? അതാണോ കസ്റ്റംസിന്റെ പരിപാടി? ഞാനൊന്ന് മറുപടി പറയട്ടെ അഭിലാഷേ. കസ്റ്റംസിലുള്ള പല ഉദ്യോഗസ്ഥന്മാരെ ഇവർ സ്വാധീനിക്കുന്നുണ്ട്. കസ്റ്റംസ് ഇടപെടാൻ പറ്റുന്നതിന്റെ പരമാവധി ഇടപെടുന്നുണ്ട്. കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നു. ഞാൻ അവരെ വെള്ളപൂശുകയൊന്നുമല്ല. കസ്റ്റംസിലിരിക്കുന്ന എല്ലാ പേരും കേന്ദ്രം BJP ഭരിക്കുന്നതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും വളരെ ട്രാൻസ്പെറന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പതിറ്റാണ്ടായി നിങ്ങൾ ഭരിക്കുകയാണ്, നിങ്ങൾക്ക് വിവരമുണ്ട്. എന്താ വിവരം? കരിപ്പൂർ വഴി കള്ളക്കടത്തിന് വേണ്ടി, ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി പണം വരുന്നു എന്ന് വിവരമുണ്ടെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മോശക്കാരാണ്. അങ്ങനെ വെക്കുന്നുണ്ട്. അതിന്റെ ഗ്രാവിറ്റി കുറഞ്ഞത് നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തേ. അതിന്റെ ഗ്രാവിറ്റി കുറഞ്ഞത് വേറൊന്നുണ്ട്. ഇനി കേരള മുഖ്യമന്ത്രി ഇത് പറഞ്ഞല്ലോ, ഈ PR ഏജൻസി എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി അറിയാതെ വന്നതല്ല. മയ്യഴിക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ, ഞാൻ കുറച്ചുകൂടി അടിവരയിട്ട് പറയാം, മുഹമ്മദ് റിയാസിൻ്റെ PR വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് കേരള ഹൗസിൽ പോയി ഈ ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുന്ന നേതൃത്വം കൊടുത്തത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന്. അങ്ങനെ മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ അറിവോടുകൂടി വന്ന ഒരു ഇൻ്റർവ്യൂ, മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശത്തിൽ വലിയൊരു വികാരം വന്നപ്പോൾ മുഖ്യമന്ത്രി വോട്ട് ബാങ്കിനെ ഭയന്നിട്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് CPM കെട്ടിപ്പടുത്തുകൊണ്ടുവരുന്ന ഒരു മലപ്പുറം രാഷ്ട്രീയമുണ്ടല്ലോ, അതിനെ ഭയന്നിട്ട്, ആ വോട്ട് ബാങ്കിനെ ഭയന്നിട്ട് മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞതെന്ന് അദ്ദേഹം വ്യതിചലിച്ചിരിക്കുന്നു. ഞാൻ തുറന്നു ചോദിക്കട്ടെ, മലപ്പുറത്ത് അടിവേരുറപ്പിക്കുവാൻ വേണ്ടി സംസ്ഥാന സമ്മേളനം നടത്തിയത് മുതൽ PV അൻവറിനെയും അതോടൊപ്പം തന്നെ KT ജലീലിനെയും അതോടൊപ്പം തന്നെ കാരാട്ട് റസാഖിനെ ഉൾപ്പെടെ ഉള്ളവരെ ഇടതുപക്ഷ അടിത്തറയില്ലാത്തവരെ ഇതിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും VS അച്യുതാനന്ദൻ ഉൾപ്പെടെ പറഞ്ഞില്ലേ, ചങ്ങാത്ത മുതലാളിത്തത്തെ താൽക്കാലിക ബെനിഫിറ്റിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി കൂട്ടുപിടിക്കരുതെന്ന് പറഞ്ഞില്ലേ. ആ ചങ്ങാത്ത മുതലാളിമാരൊക്കെ കൂടെ ചേർന്നുകൊണ്ട് CPM-നകത്ത് മറ്റൊരു പാർട്ടിയായിട്ട് മാറിയില്ലേ. ഇന്ന് PV അൻവർ എന്താ പറയുന്നത്? എന്നോടൊപ്പം നിരവധി സഖാക്കളുണ്ട് എന്ന്. പിണറായി വിജയൻ്റെ വ്യക്തിപരമായ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയപ്പോഴേക്കും CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് തകർന്നടിഞ്ഞത്. ഇന്ന് PV അൻവറിൻ്റെ പത്രസമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നായിരുന്നു? പിണറായി വിജയന് അദ്ദേഹത്തിനെതിരെ ഇത്രയും ആരോപണങ്ങൾ വരുമ്പോഴേക്കും റിയാസും വീണയും വിദ്യാഭ്യാസമുള്ളവരുണ്ടല്ലോ. ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളല്ലല്ലോ വീണയും മുഹമ്മദ് റിയാസും, അവരെ ഏൽപ്പിച്ചുകൂടെ? അതായത് വീട്ടിലിരുന്നു കൊണ്ട് ഭരണം നടത്തുന്ന ഒരു മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ജയിപ്പിച്ച ഒരു സ്വതന്ത്ര MLA മുഖത്ത് നോക്കി പറയുമ്പോഴേക്കും പിണറായി വിജയൻ എന്തായാലും മറുപടിയില്ലാത്തത്. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇടതുപക്ഷം ജയിപ്പിച്ച ഒരു MLA പറയുകയാണ് കൊലപാതകം നടക്കുന്നു, കൊള്ള നടക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പറയുന്നു. എന്തേ ഇവിടെ അന്വേഷണം നടക്കാത്തത്? അത്തരത്തിലൊരു മാഫിയയുടെ കയ്യിലേക്ക് കേരളത്തിന്റെ ഭരണം ചെന്ന് പെട്ടിരിക്കുകയാണ്.